സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണത്തിൽ പ്രതിസന്ധി. ഇ പോസ് മെഷീന്റെ തകരാറിനെ തുടർന്നാണ് വിതരണം തടസ്സപ്പെടുന്നത്. റേഷൻ കാർഡ് മസ്റ്ററിംഗും തടസ്സപ്പെട്ടു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഇന്നലെ ഈ പ്രശ്നമുണ്ടായി, ചില ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയതാണല്ലോ, അതൊന്നും ഫലപ്രദമായില്ല എന്നാണോ? വേണു, കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്ത് റേഷൻ വിതരണം പ്രതിസന്ധിയിലാണ്. ഭാഗികമായി മാത്രമേ സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ റേഷൻ വിതരണം നടക്കുന്നുള്ളൂ. ഇതിൽ ഇ പോസ് മെഷീന്റെ തകരാറാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ഇതുവരെയും NICക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ റേഷൻ വിതരണവും റേഷൻ മസ്റ്ററിങ്ങും ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഈ റേഷൻ കടകളുടെ സമയം സർക്കാർ പുനഃക്രമീകരിച്ചിരുന്നു. 7 ജില്ലകളിൽ രാവിലെ 7 മുതൽ 1 മണി വരെയും മറ്റ് 7 ജില്ലകളിൽ ഉച്ചയ്ക്ക് 2 മുതൽ 7 മണി വരെയും റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയും ഈ തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മാസം 31-നകം റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന സമയപരിധിയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ വലിയ പ്രതിസന്ധി അനുഭവപ്പെടുന്നുണ്ട്. ഹൈദരാബാദ് NIC ആണ് ഈ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചു വരുന്നത്. എത്രയും വേഗം ഇതിന് പരിഹാരം കാണുമെന്നതാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്ത് മിക്ക റേഷൻ കടകളിലും ഇ പോസ് മെഷീൻ പ്രവർത്തിക്കുന്നില്ല. ഭാഗികമായി റേഷൻ വിതരണം നടക്കുന്നതുള്ളൂ. മാത്രമല്ല, ഈ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. ഇതിൽ ഈ പരിഹാരം തേടിയും അധിക സമയവും അനുവദിച്ച് ഭക്ഷ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. പക്ഷേ കേന്ദ്രം ഈ സമയപരിധി നീട്ടി നൽകില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും കേന്ദ്രത്തെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് നോക്കുന്നത്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. റേഷൻ വിതരണത്തിൽ ഇന്നും പ്രതിസന്ധി.